ഹായ് ഓൾ, വെൽക്കം ടു വൺസ് മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 3 എന്ന സബ്ജക്റ്റ് ആണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. സോ ഈ സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നമ്മളിവിടെ പഠിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആ ടോപ്പിക്കാണ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ് നമ്മൾ എവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സിലബസ് എന്ന് പറയുന്നത്. ആ ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്സിലെ ബേസിക് ആയിട്ടുള്ള പ്രോബബിലിറ്റി എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, മറ്റൊന്ന് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അതേപോലെ തന്നെയാണ് വേറൊരു ഇമ്പോർട്ടന്റ് ആയൊരു ടോപ്പിക്കാണ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ? ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് സിംഗിൾ വേരിയബിൾ ആണ്, പി ഓഫ് എക്സ് മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നത്. അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പി ഓഫ് എക്സ് എന്ന് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ വരുമ്പോൾ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ വരുമ്പോൾ അതിൽ പേരിൽ തന്നെ ഉണ്ട് ബൈവേരിയേറ്റ്, അതായത് രണ്ട് വേരിയബിൾസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് വേരിയബിൾസ് എക്സും ആൻഡ് വൈ. ഓക്കെ, എക്സും വൈയും ആണ് രണ്ട് വേരിയബിൾസ്. അതെങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നതിനെ കുറിച്ചാണ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് എക്സ് ആൻഡ് വൈ ആർ ടു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. രണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ് ഓൺ എ സാമ്പിൾ സ്പേസ് എസ്. എന്താണ് സാമ്പിൾ സ്പേസ്? സാമ്പിൾ സ്പേസ് നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി വാല്യൂസിനെ എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു സെറ്റിനകത്ത് അറേഞ്ച് ചെയ്യുന്ന ആ സെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പിൾ സ്പേസ് വേർ എഫ് ഓഫ് എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് കോമ വൈ അതെന്താണ്? ഒരു പ്രോബബിലിറ്റി വാല്യൂ ആണ്. പ്രോബബിലിറ്റി വാല്യൂ നമുക്ക് എല്ലായ്പ്പോഴും അറിയാവുന്നതാണ്. അത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പോസിറ്റീവ് വാല്യൂ മാത്രമേ നമുക്ക് വരികയുള്ളൂ. നമുക്ക് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരില്ല. കാരണം പ്രോബബിലിറ്റി എല്ലായ്പ്പോഴും മെഷർ ചെയ്യുന്നത് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെയാണ്. ഓക്കെ, ദെൻ ആൾസോ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സിഗ്മ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു 1. ഡബിൾ സിഗ്മയാണ്. ഡബിൾ സിഗ്മ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ പ്രോബബിലിറ്റിയുടെ എല്ലാത്തിന്റെയും സമ്മേഷൻ എന്ന് പറയുന്നത് 1 ആയിരുന്നു. പക്ഷെ ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സിനെ വിത്ത് റെസ്പെക്റ്റും എനിക്ക് സം ചെയ്യേണ്ടി വരും, വൈയെ വിത്ത് റെസ്പെക്റ്റും എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? സം ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് വേണ്ടി വന്നത്? എക്സ് കോമ വൈ ഡബിൾ സമ്മേഷൻ. അതിന്റെ ഓവറോൾ സമ്മേഷൻ എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതെല്ലാം ബേസിക്കലി പ്രോബബിലിറ്റിയുടെ കൺസെപ്റ്റിൽ തന്നെ ഉള്ള എന്താ പറയാ മീൻസ് പോയിന്റുകളാണ്. പ്രോബബിലിറ്റിയുടെ ബേസിക് കൺസെപ്റ്റിൽ തന്നെ ഉണ്ടാകുന്ന കൺസെപ്റ്റുകളാണ്. ഓക്കെ, നൗ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു 1. നൗ the probability that x at small x is given by sigma f of x comma y. ഇത് എന്താണെന്ന് കാര്യം പറയാം. പ്രോബ്ലം ചെയ്താലേ ഇത് മനസ്സിലാവുകയുള്ളൂ. The probability that y at y ഒരു സ്പെസിഫൈഡ് പോയിന്റ് ആണെങ്കിൽ സിഗ്മ അതും എന്താണ്? എഫ് ഓഫ് എക്സ് കോമ വൈ ആർ കാൾഡ് എന്താണെന്ന് പറയുന്നത് മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ അഥവാ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ അഥവാ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. രണ്ടും പറയുന്ന പേരാണ്. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് ദ ഫോളോയിങ് ടേബിൾ, ഇതുപോലൊരു സ്പെസിഫൈഡ് ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ടേബിളിൽ നിന്നുള്ള കുറച്ച് വാല്യൂസ് കളക്ട് ചെയ്യുകയാണ് നമ്മൾ ഈ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചെയ്യേണ്ടി വരിക. ഫോളോയിങ് ടേബിൾ റെപ്രസെന്റ്സ് ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഫൈൻഡ്, ഇത് ഓരോന്നും കണ്ടുപിടിക്കണം. പി ഓഫ് ആദ്യം പറയുന്നത് എന്താ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. രണ്ടാമത്തെ കേസ് എന്താ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കോമ വൈ ഈക്വൽ ടു 2. ദെൻ പറയുന്നത് എന്താ? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കോമ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ദെൻ പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബാർ ഉദ്ദേശിക്കുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. നമുക്ക് ചെയ്യുമ്പോൾ പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആൾസോ പി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇത് ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ കാര്യം നോക്കാം. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇവിടെ പറയുമ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ നമുക്ക് ഒയ്യെ പറ്റി ഒന്നും പറയുന്നില്ല. ഒയ് ഏത് റേഞ്ചിലാണ് വരുന്നത് എന്നതിനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. എന്ത് മാത്രമേ പറയുന്നുള്ളൂ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി എന്താണ് ഈ ടേബിളിനെ കുറിച്ചും പറയാം. ടേബിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ഡയറക്ഷൻ. ഓക്കെ, ഇത് ആൾസോ ഒയ്യുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഒയ്യുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 2 3 4 5 6 വരെയാണ്. പക്ഷേ എക്സ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? 0 1 2 വരെയാണ്. അതായത് എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് 0 1 2 എന്നും ഒയ്യുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് 1 2 3 4 5 6 വരെയാണ്. നൗ ഇനി പറയുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സിന്റെ വാല്യൂ 1 1 ചെറുതോ. അപ്പോൾ 1 എക്സിന്റെ വാല്യൂ ആദ്യം 0, ഇത് 0 വരുന്നതാണ്. ഇതെന്താണ്? 1 വരുന്നതാണ്. അപ്പോൾ
വണ്ണോ വണ്ണിനെക്കാളും ലെസ് താനോ ആ ഒരു റീജിയൻ. പക്ഷേ ഇവിടെ ഒയ്യെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് റോയിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഏതിനെയാണ് ഉദ്ദേശിക്കുന്നത്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? ആദ്യത്തെ റോ പി ഓഫ് 0 ആണ്, രണ്ടാമത്തെ റോ പി ഓഫ് 1 ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്നത്. സോ ഈ രണ്ട് റോയിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും പ്രോബബിലിറ്റീസ് സെലക്ട് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ രണ്ട് റോയിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും പ്രോബബിലിറ്റീസിന്റെ സം എടുത്താൽ മതി. അത്രയും ചെയ്താൽ മതി. അതായത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ ഉള്ള പ്രോബബിലിറ്റീസിന്റെ എല്ലാത്തിന്റെയും, ഈ നമ്മൾ കളക്ട് ചെയ്ത പ്രോബബിലിറ്റീസിന്റെ എല്ലാത്തിന്റെയും എന്തെടുത്താൽ മതി? സം എടുത്താൽ മതി. അത്രയും ചെയ്താൽ മതി. അതായത് 0 + 0 പ്ലസ് പിന്നെ പറയുന്ന ബാക്കി വാല്യൂസ്, അതായത് 1/32 പ്ലസ് 2/32 then 2/32 3/32 plus 2/32 plus 3/32. Okay, now 1/16 plus 1/16 plus 1/16 plus for 2 times I പിന്നെ 1/8 4 times 1/8 so 1/8 plus 1/8 plus 1/8 plus 1/8 ഇതെല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ അതിന്റെ വാല്യൂ. സോ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്കാം. ആദ്യം 1/32 പ്ലസ് പിന്നെന്താ പറയുന്നത്? 2/32 പ്ലസ് പിന്നെ വീണ്ടും 2/32 now plus പിന്നെന്താ 3/32 പ്ലസ് പിന്നെന്താ 1/16 2 times 1/16 plus 1/16 okay then 1/8 4 times plus 1/8 plus 1/8 plus 1/8 plus 1/8 എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ചെയ്തു നോക്കിയാൽ മതി. കിട്ടും 7/8. ഓക്കെ, അപ്പോ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എത്രയാണ്? 7/8. നോ, അത് ആദ്യത്തെ കേസ്, അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് എന്താണെന്ന് നോക്കാം. എന്താണ് രണ്ടാമത്തെ കേസ് പറയുന്നത്? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കോമ ഒയ് ഈക്വൽ ടു 2. ഓക്കെ, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ്? ഈ ആദ്യത്തെ രണ്ട് റോയുമാണ്. ഓക്കെ, പക്ഷേ ഒയ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത്, ഒയ് ഈക്വൽ ടു 2 വരുന്നത് ഏതാണ്? ഈ കോളം മാത്രമാണ്. അപ്പോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഫസ്റ്റ് രണ്ട് റോയുമാണ്. ഒയ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ കോളമാണ്. സോ അത് രണ്ടിന്റെയും വരുന്ന കോമൺ ആയിട്ട് വരുന്ന റീജിയനിലുള്ള പ്രോബബിലിറ്റി വാല്യൂസ് ഏതൊക്കെയാണ്? കോമൺ വരുന്ന റീജിയൻ പ്രോബബിലിറ്റി ദിസ് വൺ, 0യും 1/16. ആ രണ്ട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 1/16. സോ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കോമ ഒയ് ഈക്വൽ ടു 2 ഇസ് ഈക്വൽ ടു 0 പ്ലസ് 1/16. ആൻസർ എന്ത് കിട്ടും? 1/16. ഓക്കെ അല്ലേ? 0യും 1/16 സം എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. നൗ പിന്നെ അടുത്ത് വരുന്നത് എന്താണ്? അടുത്ത് വരുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കോമ ഒയ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കോമ ഒയ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ രണ്ട് റോയാണ്. ഓക്കെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് റോയാണ്. ഓക്കെ, അത് നമുക്കറിയാം. പിന്നെ പറയുന്നത് എന്താണ്? ഒയ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഒയ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഒയുടെ വാല്യൂ 1 2 3. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും വരുന്നത്? ഈ ഒരു ഏരിയ ആയിരിക്കും വരുന്നത്. അപ്പോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1
എന്ന് പറയുന്നത് ആദ്യത്തെ 2 റോയും y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ആദ്യത്തെ 3 കോളവും. അപ്പോൾ ഇതിൽ ഇത്രയിലും വരുന്ന കമ്പൈൻഡ് വരുന്ന പ്രോബബിലിറ്റി വാല്യൂസ് ഏതൊക്കെയാന്ന് നോക്കുക. ഏതൊക്കെയാണ്? ദിസ് വൺ, ഇത്രയും വാല്യൂസ് ആണ്. ഓക്കെ അല്ലേ? സോ 0, 0, 1/32, 1/16, 1/16, 1/8 അത് മാത്രം എടുക്കുക. അത്രയും എടുത്ത് എന്ത് ചെയ്താൽ മതി? സം എടുത്താൽ മതി. ഓക്കെ, അതായത് മൂന്നാമത്തെ കേസ് പറയുന്നത് പി ഓഫ് എന്തായിരുന്നു? മൂന്നാമത്തെ കേസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, കോമ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, കോമ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഏതൊക്കെയാണ്? 0 + 0 + 1/32. അപ്പോൾ 1/32 പ്ലസ് പിന്നെന്താ 1/16, 1/16, 1/8, 1/16 പ്ലസ് 1/16 പ്ലസ് 1/8 എത്രയും നോക്കാം. 1/32 പ്ലസ് 1/16, 1/16 പ്ലസ് വീണ്ടും എന്താണ് 1/16, 1/16 നോ പ്ലസ് 1/8, 1/8 9/32 ചെയ്ത് നോക്കിയാൽ അത് കിട്ടും. 9/30. സോ അപ്പൊ എത്രയായി? 3 കേസസ് ആയി. സോ 3 എണ്ണം കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ്? നാലാമത്തെ കേസ്. നാലാമത്തെ കേസ് പറയുന്നത് എന്താണ് പറയുന്നത്? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബാർ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഈ ബാർ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. അത് അറിഞ്ഞിരിക്കണം. കണ്ടീഷണൽ പ്രോബബിലിറ്റി അതെന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി അതായത് പി ഓഫ് എക്സ് ബാർ y എന്ന് പറയുന്നത്, പി ഓഫ് എക്സ് ബാർ y എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഓഫ് എക്സ് കോമ y ഡിവൈഡഡ് ബൈ പി ഓഫ് y എന്നാണ്. ഓക്കെ, പി ഓഫ് എക്സ് ബാർ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബാർ y കണ്ടീഷണൽ പ്രോബബിലിറ്റി എക്സ് ബാർ y ആണെങ്കിൽ പി ഓഫ് എക്സ് കോമ y ഡിവൈഡഡ് ബൈ പി ഓഫ് y. അതേപോലെ തന്നെ ഇങ്ങനെയാണെങ്കിൽ പി ഓഫ് y ബാർ എക്സ് എന്നാണെങ്കിൽ പി ഓഫ് y ബാർ എക്സ് എന്നാണ് വരുന്നതെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നത്? പി ഓഫ് എക്സ് കോമ y ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് കോമ y ഡിവൈഡഡ് ബൈ എന്താണ്? പി ഓഫ് എക്സ്. സോ അതാണ് എന്ത് പറയുന്നത്? കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ. നമുക്ക് പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബാർ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബാർ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോ ഇങ്ങനെ വരുമ്പോ ഇത് ആദ്യത്തതും ഇത് രണ്ടാമത്തെ കമ്പോണന്റ് ആയിട്ട് എടുത്തിട്ട് എങ്ങനെ എടുക്കും? എക്സ് കോമ y ഡിവൈഡഡ് ബൈ പി ഓഫ് y എന്ന രീതിയിലാണ്. അപ്പോ പി ഓഫ് എങ്ങനെ വരും? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബാർ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരിക? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കോമ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ പി ഓഫ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, ബാറിന്റെ താഴെ വരുന്നതാണ് ആക്ച്വലി എന്ത് വരുന്നത്? ഡിനോമിനേറ്ററിൽ വരുന്നത് അല്ലെ? ബാറിന്റെ താഴെ വരുന്നതാണ് ആക്ച്വലി ഡിനോമിനേറ്റർ വരുന്നത്. പക്ഷേ ഇതിൽ ന്യൂമറേറ്റർ വാല്യൂ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കോമ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 9/32 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഏത് കണ്ടുപിടിച്ചിട്ടില്ല? മറ്റേത് കണ്ടുപിടിച്ചിട്ടില്ല. ഏത് കണ്ടുപിടിച്ചിട്ടില്ല? പി ഓഫ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എന്താണ് ആ പി ഓഫ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നത്? പി ഓഫ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഒയുടെ കേസ് മാത്രമാണ് ഇവിടെ പറയുന്നത്, എക്സിന്റെ കേസ് പറയുന്നില്ല. അപ്പോ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ 3യെക്കാളും ലെസ് ദാൻ വരുന്നത് എത്രയാണ്? ഇത്രയുമാണ്. പി ഓഫ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആദ്യത്തെ 3 കോളംസ് കവർ ചെയ്ത് വരും. അതായത് ഇതിന്റെ എല്ലാത്തിന്റെയും പ്രോബബിലിറ്റി വാല്യൂസ് ആഡ് ചെയ്താൽ മതി. അതായത് പി ഓഫ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്തായിരിക്കും വരിക? ഓക്കെ, 0 പ്ലസ് ഈ 0 പ്ലസ് 1/32 പ്ലസ് 1/16 1/32 1/16 1/16 1/16 പ്ലസ് പിന്നെന്താ വരുന്നത്? 1/8 1/32 1/32 അതായത് 1/8 1/32 പ്ലസ് വീണ്ടും 1/32 1/64 പ്ലസ് 1/64 ഇതെന്ത് ചെയ്യുക? സം ചെയ്യുക. അതായത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? 1/32 1/16 1/16
1/32, 1/16, 1/16, 1/8 1 ടൈം, 1/32 2 ടൈംസ്, 1/64. ഇതിന് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. അതായത് 1/32 പ്ലസ് 1/16 പ്ലസ് 1/16, now 1/8 plus 1/8 plus 1/32 1/32 plus 1/32 plus 1/64 1/64 ഈക്വൽ ടു ചെയ്യുമ്പോൾ കിട്ടും 23/64 23/64 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടിയതാണ്. നൗ ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഈ ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് ആദ്യത്തെ ന്യൂമറേറ്റർ വാല്യൂ എത്രയായിരുന്നു? ന്യൂമറേറ്റർ വാല്യൂ 9/32. അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് മൂന്നാമത്തെ കേസിൽ. P of x less than or equal to 1, y less than or equal to 3. അത് എത്രയാണ്? 9/32 9/32 ഡിവൈഡഡ് ബൈ പിന്നെന്താ വന്നിരിക്കുന്നത്? 23/64 23/64 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 9/32 into 64/23 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 ആവും. സോ 9 into 2 18 18/23 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 18/23 എന്ന് കിട്ടും. അപ്പോ ആ രീതിയിലാണ് നമ്മുടെ നാലാമത്തെ കേസ് കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയത് 18/23 എന്നാണ്. ഓക്കെ അല്ലേ? നൗ ഇനി ഒരെണ്ണം കൂടിയുണ്ട്. എന്താണത്? P of x plus y less than or equal to 4. എക്സിന്റെയും ഒയുടെയും സം എന്ന് പറയുന്നത് എന്താണ്? 4 4-നേക്കാളും ലെസ് ദാനോ ആയിരിക്കും. 4 4-നേക്കാളും ലെസ് ദാനോ ആയിരിക്കും. അങ്ങനെ വരുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് എക്സിന്റെയും ഒയുടെയും സമ്മേഷൻ, എക്സിന്റെ വാല്യൂ 0, പിന്നെ ഒയുടെ വാല്യൂ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 1 അത് വരാമല്ലോ. 0യും 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 4-നേക്കാളും ലെസ് ദാൻ അല്ലേ കിട്ടുന്നത്. അടുത്ത് 0 2 അത് വരുമല്ലോ, അത് വരും. അതുപോലെ 0 3 അത് വരുമല്ലോ, അതും വരും. ദെൻ 0 4 വരുമോ? വരും. കാര്യം എന്താ? 0യും 4ഉം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 4 ആണ്. പക്ഷെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാ പറയുന്നത്. അപ്പോൾ 4 കൂടെ വരാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കളക്ഷൻ ഓഫ് വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിന്റെ പ്രോബബിലിറ്റീസ് ആ ലൊക്കേഷനിൽ വരുന്ന ഇപ്പൊ 0 1 എന്ന് പറയുന്നതിന്റെ ലൊക്കേഷനിലുള്ള പ്രോബിലിറ്റി എന്താണ്? 0 0 3യിലുള്ള ലൊക്കേഷൻ എന്താണ്? അതിന്റെ പ്രോബിലിറ്റിയാണ് 1/2. അപ്പൊ ആ പ്രോബിലിറ്റീസ് മാത്രം സെലക്ട് ചെയ്ത് സം എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, നോക്കാം ഏതൊക്കെയാണ് വരുന്നത്. അതായത് അഞ്ചാമത്തെ കേസ് പറയുന്നത് P of x plus y less than or equal to 4. ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നത് നോക്കാം. എന്തൊക്കെയാണ് വരുന്നത്? എക്സിന്റെ വാല്യൂ 0 ന്ന് സ്റ്റാർട്ട് ചെയ്യും. 0 1 then P of 0 2 plus P of 0 3 plus P of 0 4. ഓക്കെ അല്ലേ? നൗ എക്സിന്റെ വാല്യൂ അടുത്ത് 1 ആവുമ്പോൾ P of 1 1, കാരണം ഒയ്ക്ക് 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 1 നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1 1. സോ 1 1. നൗ P of 1 2 അടുത്ത് P 1 3. ഇതെല്ലാം 4-നേക്കാളും ലെസ് ദാൻ ആണ് വരുന്നത് സം എടുക്കുമ്പോൾ, അത് നോക്കണം. ദെൻ അടുത്ത് 1 4 വരുമോ? 1 4 വരില്ല. അടുത്ത് 2 4 അതൊന്നും വരില്ല. നൗ P of 2 1. ഓക്കെ, 2 1. അടുത്തെന്താ? P 2 2. ഒരു ഓർഡറിൽ ചെയ്തു പോവുക കേട്ടോ, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും. കാരണം എക്സിനെ വിത്ത് റെസ്പെക്റ്റ് ആണ് ഞാൻ പറഞ്ഞു പോയത്. എക്സ് ഒരു സ്പെസിഫൈഡ് വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഒയുടെ സെവറൽ വാല്യൂസിന്റെ കോമ്പിനേഷൻസ് എടുത്തു. 1 2 3 4. അപ്പോൾ എക്സ് 0 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത എക്സ് ഞാൻ 1ലേക്ക് സെറ്റ് ചെയ്യും. 1 1 1 2 1 3 ഇത്രയും വരും. അടുത്ത് എക്സ് അടുത്ത് 2 ആയി. 2 വന്നപ്പോൾ 2 1 2 2. ഇനി അടുത്ത് 2 3 ഒന്നും വരില്ല. ഇനി അടുത്ത് എക്സിന് 3 ഉണ്ടോ? ഇല്ല. എക്സിന് മാക്സിമം എത്ര വരെ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഇത്രയും കോമ്പിനേഷൻസ് ആണ് വരുന്നത്. അതിന്റെ എല്ലാത്തിന്റെയും പ്രോബിലിറ്റീസിന്റെ സം എടുക്കുക. ഓക്കെ, 0 1 0 2. 0 1ഉം 0 2 എന്താണ്? 0 തന്നെയാണ്. 0 3 എന്ന് പറയുന്നത് എത്രയാണ്? 1/32. 1/32. അടുത്ത് 0 4. എന്താണ് 0 4? 0 4 എന്ന് പറയുന്നത് 2/32. അതായത് 2/32. അടുത്ത് 1 1. 1 1 എന്ന് പറയുന്നത് 1/16. 1 1 1/16.
ദാറ്റ് ഈസ് 1/16. അടുത്ത 1 2 എന്ന് പറയുന്നത് എത്രയാണ്? 1 2 അതും എത്ര തന്നെയാണ്? 1/16 പ്ലസ് 1 2. അടുത്തെന്താ? 1 3 എത്രയാണ്? 1/8 പ്ലസ് അടുത്ത് 2 1. എന്താണ് 2 1? 1/32 അടുത്ത 2 2 എത്രയാണെന്ന് നോക്കാം. 2 അതും എന്ത് തന്നെയാണ്? 1/30. ഇതെല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ആദ്യം നോക്കാം. 1/32 പ്ലസ് 2/32 പ്ലസ് 1/16 പ്ലസ് വീണ്ടും 1/60 പ്ലസ് 1/16 രണ്ട് തവണ 1/16 പ്ലസ് 1/8 പ്ലസ് 1/32 പ്ലസ് 1/32 ഓക്കെ അല്ലേ? എല്ലാം കൂടെ എന്ത് ചെയ്യുക? സം എടുക്കുക കിട്ടുന്നത് 13/32 13/32 ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് കാൽക്കുലേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ അത്രയാണ് നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ഈ പൊസിഷൻസ് അനുസരിച്ചുള്ള വാല്യൂസ് മാത്രം സെലക്ട് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിച്ച ഡെഫിനിഷൻ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻസ് ഇത് രണ്ടുമാണ്. പി ഓഫ് എക്സ് ബാർ ഒയ് എന്ന് പറയുന്നതും പി ഓഫ് ഒയ് ബാർ എക്സ് വന്നാലും, അതായത് പി ഓഫ് എക്സ് ബാർ ഒയ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് കോമ ഒയ് ഡിവൈഡഡ് ബൈ പി ഓഫ് ഒയ് എന്ന്, അതുപോലെ പി ഓഫ് ഒയ് ബാർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? പി ഓഫ് എക്സ് കോമ ഒയ് ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ്. അതായത് ഡിനോമിനേറ്ററിൽ വരുന്നത് ഡിവൈഡ് ബൈ വരുന്ന സാധനമായിരിക്കും എവിടെ വരുന്നത്? ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ അല്ലേ? സോ ആ കേസിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്. അപ്പോൾ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ പ്രോബബിലിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് കൂടുതൽ എന്താണ്? സിംഗിൾ വേരിയബിൾ ആണ്. അതായത് ഒരു വേരിയബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇവിടെ രണ്ട് വേരിയബിൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എക്സ് കോമ ഒയ്. ഓക്കെ, എക്സ് കോമ ഒയ്. എക്സും ഒയ്യും വരുന്നതിനനുസരിച്ച് നമ്മൾ കണ്ടുപിടിച്ച അതൊരു ടേബിളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടേബിളിൽ നിന്ന് നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ടാവും. ആ തന്നിരിക്കുന്ന വാല്യൂയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷൻസ് അനുസരിച്ചുള്ള പ്രോബബിലിറ്റി വാല്യൂസിന്റെ സം എടുത്താൽ മാത്രം മതി. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ, സോ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ ഹെഡിങ് ടോപ്പിക്സ് ഇത്രയേ ഉള്ളൂ മെയിൻ ആയിട്ട്. ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് കാണുക. താങ്ക് യു.